ഇന്നിപ്പോൾ ഇതാ ലഞ്ച് ഉണ്ടാക്കാൻ ഞാൻ ഉച്ചയ്ക്ക് ഒരു 12:30 ആയപ്പോഴാണ് അടുക്കളയിലെത്തിയത്. ആ ക്ലോക്കിലേക്ക് നോക്കിയാൽ ഞങ്ങൾക്ക് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അത് കഴിച്ച് ചായയൊക്കെ കുടിച്ച് പിന്നെ കുറച്ച് നേരം ഞങ്ങൾ ഫോണിലൊക്കെ ഇങ്ങനെ തോണ്ടിയിരുന്ന് അത് കഴിഞ്ഞ് പിന്നെ മോളും ഞാനും കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞ് ഐറൂസിൻ്റെ ഇപ്പോൾ കളിയൊക്കെ കഴിഞ്ഞിട്ട് ഒരു ബാങ്ക് കൊടുക്കാനായപ്പോഴാണ് പഠിച്ചത് ഞാൻ ചോറൊന്നും വെച്ചിട്ടില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് കിച്ചണിക്ക് എത്തിയത് കേട്ടോ. ഒന്നാമത് എന്താ വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇന്ന് വണ്ടി കൊണ്ട് പണി കുറച്ചൊരു അല്ലറ ചില്ലറ പെയിൻറ്റിൻ്റെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. എല്ലാ പണിയും ഒരു വിധമൊക്കെ സെറ്റ് ആക്കിയിട്ടുണ്ട്. പക്ഷേ കാറിൻ്റെ അടിയിൽ എന്തോ പെയിൻറ്റ് ചെയ്യാനോ അങ്ങനെ എന്തോ ഉണ്ട്. അപ്പോൾ ഇന്ന് സ്കൂൾ പൂട്ടിട്ട് ഇന്ന് വരാമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ വണ്ടി എടുത്ത് പോയി. അപ്പോൾ നോക്കിയപ്പോൾ ഞാൻ ഫ്രിഡ്ജിലൊക്കെ നോക്കിയപ്പോൾ ചിക്കനും മീനൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ മൂപ്പർക്ക് വിളിച്ചു ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ എത്താൻ എന്തായാലും 2 മണിയാവും, ഈ ഉള്ളത് വെച്ച് മുട്ട എന്തെങ്കിലും പൊരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യ്, വരുമ്പോൾ എന്തെങ്കിലും കൊണ്ടുവരാം നാളത്തേക്ക് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ ഒക്കെ ഒന്ന് തപ്പിത്തറിഞ്ഞപ്പോൾ കുറച്ച് സോയാബീൻ ഉണ്ട്. അത് കണ്ടപ്പോൾ എൻ്റെ ഇതുമൂന്ന് സന്തോഷമായിട്ടോ. കാരണം ഒക്കെ സോയാബീനുകൾ കുറേ ആയി, സോയാബീൻ പൊരിച്ചിരുമോ എന്ന് ചോദിച്ച് പിന്നാലെ നടക്കണം. അപ്പോൾ എന്നാൽ ഇന്നോളം ആഗ്രഹം കണ്ട് തീർക്കാമെന്ന് കരുതി. അപ്പോൾ പിന്നെ ഞാൻ സോയാബീൻ ഉള്ളത് ആദ്യം വെള്ളം ചൂടാക്കിയിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. പിന്നെ മൂപ്പര് 2 മണിയൊക്കെ ആകുമ്പോഴാണ് വരിക എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി നല്ല ടയേർഡായിട്ടായിരിക്കും വരികയെന്ന്. വരുമ്പോൾ നല്ലൊരു അത്യാവശ്യം നല്ല രീതിയിലൊരു ദാഹത്തിന് വെള്ളം കിട്ടിയാൽ ഭയങ്കര സന്തോഷമാവും. അപ്പം ഞാൻ വേഗം എന്നതും പോലെ തന്നെ മോര് വെള്ളം ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ ആദ്യമൊക്കെ നാരങ്ങ വെള്ളം അതിനും ഇഷ്ടം, ഇപ്പോൾ നാരങ്ങ വെള്ളം തീരെ ഇഷ്ടമല്ല. അപ്പോൾ ഞാനിന്ന് ഈ ഒരു മോരും വെള്ളം ഉണ്ടാക്കാമെന്ന് കരുതി അതിക്ക് ചെറിയുള്ളിയും വെള്ളുള്ളി പച്ചമുളക് ഒന്നിട്ടിട്ടുള്ളൂ കേട്ടോ. പച്ചമുളകും കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സിയിൽ അടിച്ചെടുത്തിട്ട് കുറച്ച് വെള്ളമൊക്കെ പാർന്ന് നീട്ടി ഉപ്പൊക്കെ ഇട്ട് സെറ്റാക്കുകയാണ്. അതിൻ്റെ ഇടയിൽ ഇതാ നമ്മൾ ചോറ് അവിടെ വെച്ചിട്ടുണ്ട്, അത് തിളക്കുന്നുണ്ട്, അരി ഇടുന്നുണ്ട്, അതങ്ങനെ ഒരു ഭാഗത്തൂടെ അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ സോയാബീൻ അവിടെ വെള്ളത്തിൽ തന്നെ കിടക്കുകയാണ്. തിളച്ച വെള്ളം പാർന്നിട്ട് നന്നായിട്ട് പൊതിർന്ന് വന്നിട്ടുണ്ട്. പിന്നെ ഞാനിത് ആദ്യത്തെ ഒരു വട്ടം അടിച്ചിട്ട് അതിലേക്ക് അരിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിയപ്പം ഇഞ്ചിയൊന്നും ശരിക്കും അങ്ങോട്ട് ചതഞ്ഞിട്ടില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഒന്നും കൂടി വെള്ളം ഒഴിക്കാതെ ഒന്ന് ചതച്ചെടുത്തിട്ട് പിന്നെ കുറച്ച് വെള്ളം പാർന്ന് നീട്ടി സെറ്റാക്കി പിന്നെ കുറച്ചൊരു ഉപ്പ് ഇട്ട് കൊടുത്തു. ബാക്കി ഫ്രിഡ്ജിക്കും വെക്കാമെന്ന് കരുതിയിട്ട് ഇപ്പോൾ എന്നും ഒരു ദിവസം ഒരു പാക്ക് തൈര് എന്നുള്ള അവസ്ഥയാണ് ഇപ്പോൾ. ഓരോ സമയത്ത് നമുക്ക് ഓരോന്നിനായിരിക്കും കൊതിയില്ലേ. അപ്പോൾ ഞങ്ങൾക്കും എല്ലാവരും കുടിക്കും ചെയ്തുണ്ടാക്കിയ പിന്നെ എല്ലാവർക്കും ഭയങ്കര ആവശ്യമാണല്ലോ. അപ്പോൾ അത് അവിടെ നമ്മൾ ഉപ്പും കൂടി ഇട്ടതോടുകൂടി അടിപൊളി ടേസ്റ്റ്. തണുപ്പ് അങ്ങനെ ഇപ്പോൾ തണുത്ത വെള്ളം പാർന്നിട്ടില്ല കേട്ടോ, പച്ചവെള്ളം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇനി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്, അപ്പോൾ തണുത്തുള്ളൂല്ലോ വരുമ്പോക്കിനും. ബാക്കിയുള്ള തൈര് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് ആക്കിയിട്ട് ഉപ്പ് ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫുഡൊക്കെ കൂട്ടാമല്ലോ എന്ന് കരുതിയിട്ട് അത് ഉപ്പിട്ടിട്ട് അങ്ങനെ ഇളക്കി അതും ഫ്രിഡ്ജിൽ കൊണ്ടുപോയി വെക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഉച്ചയ്ക്ക് നമ്മൾ എന്താണ് കറി ഉണ്ടാക്കുക എന്ന് ആലോചിച്ചപ്പോഴാണ് മുരിങ്ങ ഒടിച്ചിട്ട് താളിപ്പ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതുമൂന്ന് കുറച്ച് നെയ്ച്ചോറുണ്ട് കേട്ടോ. ഇന്നലെ വെച്ച നെയ്ച്ചോറ് ബാക്കിയുണ്ടായി. അപ്പോൾ ഞാൻ അങ്ങനെ കുറച്ചുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. നോക്കി ഇന്നിപ്പോൾ വെറുംചോറ് വെക്കുമ്പോൾ എന്തായാലും പറ്റൂല എന്ന് എനിക്കറിയാം. എന്നാൽ പിന്നെ അതെടുത്ത് കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ചൂടാക്കി കൊടുക്കുക. എൻ്റെ മൂപ്പർക്ക് ഇപ്പോൾ അതാ മുരിങ്ങ താളിപ്പൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാനത് കുറച്ച് അവിടുന്ന് എനിക്ക് എത്തണമെന്നില്ല കേട്ടോ. പിന്നെ ഒരു കൊമ്പം കെട്ട് വലിച്ചങ്ങോട്ട് പൊട്ടിച്ചത് അതിന് നല്ല തൂമ്പൊക്കെ നോക്കിയിട്ട് ഒടിച്ചെടുത്ത് പിന്നെ താളിപ്പ് ഉണ്ടാക്കാമെന്ന് കരുതി. അങ്ങനെ ഒരുവിധം അപ്പോൾ ഇന്നാണെങ്കിൽ നല്ലൊരു മഴക്കാറൊക്കെ അല്ലേ. ഇന്ന് രാവിലെ മുതലേ ഒരു ചെറിയൊരു മഴക്കാറുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ മൂടി ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു. ഭയങ്കര എന്താ പറയുക മഴ പെയ്താൽ മതിനി എന്നിങ്ങനെ വിചാരിച്ച് നിൽക്കുന്നു. അപ്പോൾ രാവിലെ ഒരു പിന്നെ എന്താ പറയുക മഴക്കാറ് മൂടിയുണ്ടെങ്കിലും മഴ ഇങ്ങോട്ട് പെയ്യണുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ ഇതാ മുരിങ്ങൻ്റെ ഇല ഒടിച്ച് ഇതാ കുറച്ച് മതി, താളിപ്പ് ഉണ്ടാക്കാനായതുകൊണ്ട് കുറച്ച് മതി. പിന്നെ അതവിടെ കൊണ്ടുപോയി വെച്ചപ്പോഴേക്കും നമ്മളെ ചോറ് നല്ലോണം വെന്തിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം അത് ഊറ്റാനുള്ള പരിപാടിക്കാണ് കേട്ടോ. ചോറ് ഊറ്റാനുള്ള പാത്രം അവിടെ എടുത്ത് വെച്ചു. പിന്നെ അതിക്ക് പാരാൻ വേണ്ടിയിട്ട് ഇതാ വെള്ളമൊക്കെ ഒഴിച്ചെടുത്തിട്ട് ചോറ് ഊറ്റിയിട്ട് ഇതാ ഒരു കുറച്ച് വെച്ചിട്ടുള്ളൂ. കാരണം മോളും ഞാനും ചോറ് കഴിക്കൂല കേട്ടോ. അപ്പം ഭയങ്കര രാവിലെ മുതൽ വൈകുന്നേരം വരെ ഭയങ്കര ഡയറ്റ് കാരണം അതൊക്കെ പറയാതൊക്കെയാണ് നല്ലത്. മോള് പിന്നെ സ്ട്രിക്റ്റ് ആട്ടോ. ഞാൻ രാവിലേക്കായി പിന്നെ ഒരു വൈകുന്നേരം ഒരു 5 മണി 6 മണി വരെ അടിപൊളി ഡയറ്റായിരിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ എന്തൊക്കെയോ കഴിക്കാൻ തോന്നും, കഴിക്കും. എനിക്കറിയില്ല, എനിക്കൊരു പിടുത്തം കിട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ വെയിറ്റ് ലോസ് ചലഞ്ചോ കാര്യങ്ങളോ ഒന്നും ഇടാത്തത്. എനിക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം ഞാനെങ്ങനെ വേറുള്ളവർക്ക് എങ്ങനെയാണ് അത് ചെയ്ത് കാണിക്കുക. അപ്പോൾ ഞാൻ ഒന്ന് സെറ്റായിട്ട് വീഡിയോ ഇടാമെന്ന് വിചാരിച്ചിട്ടാണ്. ഒരുപാട് പേര് ചോദിക്കണമുണ്ട് കേട്ടോ വെയിറ്റ് ലോസിൻ്റെ വീഡിയോ ഇടാത്ത എന്താന്ന്. അപ്പോൾ ഇതുകൊണ്ടാണോ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ്. ഞാനാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് വണ്ണം വെച്ച് ഇങ്ങനെ വരുന്നുണ്ട്. ഭയങ്കര പിന്നെ ഫുഡിന് ഭയങ്കര ക്രേസാണ്. അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ തോന്നും. മോളൊക്കെ നല്ല അത്യാവശ്യം കുറച്ചൊക്കെ ഒരു സ്ട്രിക്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് തീരെ പറ്റണില്ല. വൈകുന്നേരം ആകുമ്പോഴേക്കും പിന്നെ ഭയങ്കര വിശപ്പാണ്. എന്തെങ്കിലുമൊക്കെ എടുത്ത് തിന്നാണ്, എനിക്കറിയില്ല എന്താണെന്ന്. അപ്പം അതാ ഞാൻ വേഗം നമ്മളെ സോയാബീൻ മസാലയൊക്കെ ഊറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ചൂടുവെള്ളം പാർന്ന് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അത് ഊറ്റി വെച്ച് അതിലേക്ക് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും പിന്നെ മുളക് പൊടി ചിക്കൻ മസാലപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് മസാല തേച്ച് വെച്ചു. അപ്പോൾ ഞാൻ മുരിങ്ങ ഉരുണ കണ്ടപ്പം ഇതും വന്നിട്ട് അങ്ങനെ ഊരുണ്ട് കേട്ടോ.
കേട്ടോ. അപ്പോൾ ഞാൻ വന്നാൽ ആ ജോലിക്കോ എനിക്ക് വേറെ പണിയെടുക്കാമല്ലോ എന്നൊക്കെ പറഞ്ഞു. ഓള് ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടില്ല. ഓൾ അവിടെ ഇങ്ങനെ ഓരോ ഇല ഇങ്ങനെ ഊരുന്നുണ്ട്. ആ സമയം കൊണ്ട് ഞാൻ ഇവിടെ അതാ നമ്മൾ സോയാബീൻ പൊരിക്കാനുള്ള എണ്ണയാണ് പറഞ്ഞത് കേട്ടോ. അങ്ങനെ 2 പ്രാവശ്യമായിട്ട് പൊരിച്ചെടുക്കാമെന്ന് കരുതി. അതാ നല്ല ചെറിയ സോയാബീനാണ് കേട്ടോ, നല്ല പൊരിച്ചിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ ആദ്യം ഒരു ട്രിപ്പ് ഇട്ടു. അപ്പോഴാണ് അവിടെ പുറത്തുനിന്ന് ഇങ്ങനെ മഴൻ്റെ ഒരു ചാറ്റിൽ സൗണ്ടൊക്കെ കേട്ടപ്പോൾ ഞാൻ ഫോണും കൊണ്ട് ഓടി വന്നപ്പോൾ മോളും ഇതവിടെ പിന്നെ ഭയങ്കര വീഡിയോ എടുക്കലുണ്ടോ. പക്ഷേ വീഡിയോ എടുക്കുക മാത്രമല്ല, മഴയൊന്നും പെയ്തിട്ടില്ല, ചെറുതായിട്ടൊന്ന് പാറ്റിയിട്ട് അപ്പം തന്നെ അങ്ങോട്ട് നിന്നു. പിന്നെ ഒരു ഒച്ചയും കാര്യങ്ങളൊന്നുമില്ല. ഇത് ചൂടെടുക്കാനുള്ളൊരു മഴയാണ് ഇട്ടത്. കാരണം നല്ലതായിട്ട് പെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട്, പിന്നെ ഭയങ്കര ചൂടെടുക്കലായിരിക്കും. അപ്പോൾ ഏതായാലും ഇതാ ഇങ്ങനെ ചെറുതായിട്ട് പാറ്റിയിട്ട് റോഡ് പോലും നനഞ്ഞിട്ടില്ല. ചെറിയൊരു മണമൊക്കെ വരുന്നുണ്ട്, ഇത് മണ്ണിൻ്റെ മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ പിന്നെ മഴ പെയ്യില്ലാന്ന് കണ്ടപ്പോൾ ഞാൻ വീണ്ടും പിന്നെ തിരിച്ചു അടുക്കളയ്ക്ക് തന്നെ എത്തി. അവിടെ നമ്മളെ സോയാബീൻ ഇങ്ങനെ പൊരിഞ്ഞ് നെരിഞ്ഞ് നിൽക്കുന്നുണ്ട്. പിന്നെ അതിങ്ങനെ ഊറ്റിയിട്ട് ഇതാ പാത്രത്തേക്ക് ഇട്ടിട്ടു. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് ഇട്ടു. രണ്ടാമത്തെ അതും നമ്മൾ പൊരിച്ചെടുക്കണമല്ലോ, കുറച്ച് എന്താ പറയുക, കഴിക്കാൻ എല്ലാവരും ഉള്ളല്ലോ. ഇത് കാണുമ്പോൾ വേണ്ട എന്ന് പറഞ്ഞാലും കഴിക്കാതിരിക്കുമ്പോൾ എല്ലാവർക്കും ആവശ്യമുണ്ടാവും. അങ്ങനെ തന്നെ ഞാൻ ആദ്യത്തത് വാരിയിട്ടു, പിന്നെ അടുത്തത് എടുത്ത് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ അതും പൊരിയിട്ട് ബാക്കിയുള്ളത് കുറച്ചും കൂടി ഉണ്ട്, അത് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് കരുതി. ഇനിയിപ്പോൾ നാളെയൊക്കെ ഇത് മുന്നേ എന്തെങ്കിലും വേണമെന്നോ എന്തെങ്കിലും പറയുകയാണെങ്കിൽ പൊരിച്ചു കൊടുക്കാമല്ലോ എന്ന് കരുതിയിട്ട് ചെറിയൊരു പാത്രം എടുത്ത് കൊണ്ടുവന്നിട്ട് ഓള് ഈ സ്കൂൾക്കൊക്കെ പോകുമ്പം എന്താ പറയുക ഉച്ചയ്ക്ക് 10-11 മണിക്ക് കഴിക്കാനുള്ള ഒരു സ്നാക്സ് കഴിക്കാൻ കൊണ്ടുവരുന്ന പാത്രമാണ് കേട്ടോ. ആ പാത്രത്തേക്ക് ഇങ്ങനെ ഇട്ട് വെച്ചു, അടച്ചിട്ട് ഫ്രിഡ്ജിൽ അങ്ങനെ കൊണ്ടുപോയി വെച്ചു. ഇനിയിപ്പോൾ നാളെ എന്തിനെങ്കിലും എടുക്കാമെന്ന് കരുതിയിട്ട് അങ്ങനെ അതും കൊണ്ടുപോയി വെച്ച് വന്നപ്പോഴും അതവിടെ സോയാബീൻ ബാക്കി പൊരിഞ്ഞ്. പിന്നെ ഏറ്റവും ലാസ്റ്റ് കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഒന്ന് വറുത്തെടുത്തിട്ടു. ആ കറിവേപ്പിലേൻ്റെ മണം കൂടി വന്നപ്പം അടിപൊളി ടേസ്റ്റ്, ഒരു മണമൊക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ ആ കറിവേപ്പില ഒന്ന് വറയണ വരെ ഒന്നായിട്ട് മൊരിന വരെ ഇങ്ങനെ ഇളക്കിയിട്ട് പിന്നെ അത് കോരിയിട്ട് അതിലേക്ക് എടുത്ത് മാറ്റി വെക്കാണ്. പിന്നെ ഇത് പൊരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മൾ താളിപ്പിച്ച് ചെറിയുള്ളിയും വെളുത്തുള്ളിയും പച്ചമുളകും ഒക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് അരിഞ്ഞിട്ട് വേഗം പിന്നെ എന്താ പറയുക താളിപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചട്ടി അടുപ്പത്ത് വെക്കാമെന്ന് കരുതി. അതായത് കോരി വെച്ച് പിന്നെ ഐറൂസിനാണ് പപ്പടമാണെന്ന് പറയേണ്ടത്, ഇതുമ്മും പപ്പടമാണെന്ന് പറയേണ്ടത്. അപ്പോൾ ഇന്ന് ലഞ്ച് എന്ന് പറയുന്നത് അത്രയും എന്താ പറയുക പരിതാപകരമായിരുന്നു. ഒരു കൂട്ടം നമുക്കിപ്പോൾ ഒരു മീനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനൊക്കൂല. കാരണം അതാവുമ്പോൾ മക്കൾക്ക് ഒന്ന് പൊരിച്ചു കൊടുക്കുക അല്ലെങ്കിൽ ഒന്ന് കറി വെച്ച് കൊടുക്കുകയോ ചെയ്താൽ ഓല് ഭയങ്കര ഹാപ്പിയാണ്. ഇതിപ്പോൾ നമ്മൾ ഇനി എത്ര 100 കൂട്ടാൻ ഉണ്ടാക്കിയിട്ട് കാര്യമില്ല, മീൻ ഇറച്ചില്ല എന്നുണ്ടെങ്കിൽ പിന്നെ അവർക്ക് പരാതി തീരൂല അല്ലേ. അപ്പോൾ എന്താ പറയുക, ഞാൻ അങ്ങനെ ഫ്രിഡ്ജിൽ എക്സ്ട്രാ കൊണ്ടുപോയി വെക്കാറുണ്ട് കേട്ടോ. മീനായാലും ചിക്കനായാലും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കുമോ ഇതുണ്ടോ എന്ന്. അപ്പോൾ 2 ദിവസം ഒരു ദിവസത്തിനുള്ളതെങ്കിലും എക്സ്ട്രാ എൻ്റെ ഉണ്ടാവലുണ്ട്. ഇന്നിപ്പോൾ കഴിഞ്ഞു പോയി. അപ്പോൾ എന്തായാലും ഞാൻ പിന്നെ വേഗത ചെറിയുള്ളിയും ഇതൊക്കെ ഒന്ന് നെരിഞ്ഞ് വന്നപ്പം താളിപ്പ് പറയണേ. അപ്പോൾ ആദ്യം ഞാനിങ്ങനെ കയ്യിലോട്ട് പറഞ്ഞിട്ട് പിന്നെ എക്സ്ട്രാ പറഞ്ഞത് എന്താ വെച്ചാൽ നല്ല ചൂടായിട്ട് നിൽക്കുന്നു പിന്നെ വെളിച്ചെണ്ണ കേട്ടോ. അപ്പോൾ അതിലേക്ക് ഒന്നായിട്ടാണ് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നായിട്ട് അങ്ങോട്ട് മേലേക്ക് വരികയെന്ന് കരുതിയിട്ടാണ് കുറേശ്ശെ ഇങ്ങനെ വെച്ചത്. അപ്പോൾ ഇതും അവിടെ നിന്ന് ചോദിക്കുന്നുണ്ട്, എന്ത് വെച്ച് സ്പൂണിൽ ഇങ്ങനെ ആദ്യം കയ്യിൽ പറഞ്ഞിട്ട് പിന്നെ ഒന്നായിട്ട് പറഞ്ഞാൽ ചോദിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇതിൽ പറഞ്ഞത് കേട്ടോ. പിന്നെ അതാ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തു, അത് തിളച്ചിട്ട് നമുക്ക് മുരിങ്ങൻ്റെ ഇല ഇട്ട് കൊടുക്കാമെന്ന് കരുതി. പുറത്ത് നല്ല വെയിലാണ് കേട്ടോ. ആ വെയിലുള്ളതുകൊണ്ടാണ് നമ്മൾ വീഡിയോ ഇങ്ങോട്ട് വലിയ ക്ലിയർ ഇല്ലാത്തത്. ആ ഗ്ലാസ്സുമ്പോൾ തട്ടിയിട്ട് വെയിൽ ഇങ്ങോട്ട് വരികയാണ്. അപ്പോൾ അതാ നമ്മൾ മുരിങ്ങ ഇല ഇട്ട് കൊടുത്തു. ഇനി അത് നന്നായിട്ട് അങ്ങോട്ട് തിളച്ചാൽ ഒരൊറ്റ തള തിളച്ചാൽ മതി. മുരിങ്ങയില ആകുമ്പം പിന്നെ അധികം വേവാനോ ഒന്നുമില്ലല്ലോ. അതൊക്കെ ഒന്ന് തിളച്ച അപ്പുറത്ത് ഞാൻ എന്താ പറയുക പപ്പടം പൊരിക്കാൻ വേണ്ടിയിട്ട് ചട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതും ഒപ്പത്തിനൊപ്പമുണ്ട്, ഉള്ള വിരലാണ് വരുന്നത്. ഓളിങ്ങനെ കാത്തിങ്ങനെ നിൽക്കുകയാണ് വിഷമത്തിൽ. കാരണം ഞാൻ 12:30 ഫുഡ് ഉണ്ടാക്കാൻ വന്നത്. ഇപ്പോൾ സമയം ഏകദേശം 1-1:30 ആയിട്ടുണ്ട്. ഓക്കൊക്കെ നല്ല വിശപ്പുണ്ട്. രാവിലെ മുതലേ ഇന്ന് ഉടായ്പ ചെയ്തു കേട്ടോ. രാവിലെ ഞാൻ ഈ അരച്ചുട്ടിത്തിരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാക്കേരി വെള്ളത്തിലിട്ടിട്ടുണ്ടായിരുന്നു ഇന്നലെ രാത്രി. അപ്പോൾ രാവിലെ അത് പൊടിക്കാം, മിക്സിയിലിട്ട് പൊടിക്കട്ടെ എന്നൊക്കെ വിചാരിച്ചപ്പോഴാണ് മൂപ്പര് കട്ടൻ ചായ മതി, ഞാൻ പോവാണ്, ഇപ്പോൾ എനിക്ക് വണ്ടി നന്നാക്കാണ്ട് എന്നിട്ട് പോയത്. അപ്പോൾ ഞാൻ എപ്പോഴാണ് വരികയെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു ഉച്ചയാവുന്നു. അപ്പോൾ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഈ ആണുങ്ങൾ ഫുഡ് കഴിക്കാൻ അല്ലെങ്കിൽ പിന്നെ നമുക്കൊക്കെ ഒരു ഉടായ്പാവുമല്ലോ. ഞാൻ പിന്നെ ഒരു ചെറിയൊരു എന്താ പറയുക മടി, പിന്നെ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ ഉണ്ടാക്കാൻ മടി. അപ്പോൾ ഞാൻ ഇന്നലത്തെ ദോശമാവ് കുറച്ച് ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അത് വെച്ചിട്ട് അങ്ങോട്ട് ഐറൂസിനും മോളൂനൊക്കെ മോളൂനല്ല ഇതുമൂന്നും കൊടുത്തിട്ട് അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ ചെയ്തത്. അപ്പോൾ രാവിലെ മുതലേ കുറച്ചൊരു പിന്നെ എന്താ പറയുക ഫുഡ് ഒരു ഉടായ്പായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതുമൂന്ന് നല്ല വിശക്കുന്നുണ്ട്. അപ്പോൾ ഓക്ക് ഞാൻ ഗീ റൈസ് ഇങ്ങനെ ചൂടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ കറണ്ട് അടുപ്പുമ്പിൽ, ഇപ്പോൾ അധികവും ഞാൻ കറണ്ട് അടുപ്പുമ്പിലാണ് കേട്ടോ. ഇങ്ങനെ കഴിയണതും നമ്മൾ കറണ്ട് അടുപ്പുമ്പിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിൽ ഉണ്ടാക്കുന്നതൊക്കെ അധികവും ഞാൻ കറണ്ട് അടുപ്പുമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കുന്നുണ്ട് ഒപ്പത്തിനൊപ്പം നിന്നിട്ട്. കാരണം നമുക്ക് ഗ്യാസിൻ്റെ കാര്യം കേൾക്കുമ്പോൾ ഒരു പേടിയാണല്ലേ, എന്താണ് സത്യാവസ്ഥ ഒന്നും അറിയില്ല, എന്നാലും നമുക്ക് കിട്ടാഞ്ഞാൽ പേടിയാണല്ലോ. അപ്പോൾ നല്ലോണം കരുതുക, അത്ര ഇപ്പം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കൊറോണയൊക്കെ വന്ന് ലോക്ക്ഡൗണൊക്കെ നമ്മൾ അതിജീവിച്ച ആൾക്കാരാണ്
നമ്മൾ അതിജീവിക്കും. എന്നാലും അങ്ങനെയല്ലേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ശ്രദ്ധിക്കാൻ വേണമല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കഴിയുന്നതും തുത്തൊക്കെ പറയുന്നോട് താത്ത ഒരു പിന്നെ കറണ്ട് അടുപ്പ് കുറച്ച് ഉപയോഗിച്ചുകൊണ്ട് ഗ്യാസ് ശ്രദ്ധിച്ചുകൊണ്ട് ഓളും പറയൂ കേട്ടോ. പിന്നെ ഞാൻ അങ്ങനെ ശ്രദ്ധിക്കലാണ്. പിന്നെ അതാ പപ്പടം പൊരിച്ചതൊക്കെ കൊടുത്തു. പിന്നെ ഓളവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മോളാണെങ്കിൽ ഇന്ന് ഓട്സ് ഉണ്ടാക്കാനുള്ള പ്ലാനാണ്. ഓൾ ഓവർനൈറ്റ് ഓട്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല രാത്രി. പിന്നെ കുറച്ച് ഓട്സും പിന്നെ പാലൊക്കെ ഒഴിച്ചിട്ട് അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിക്കുള്ളത് ആപ്പിള്, റോബസ്റ്റ പഴം, പിന്നെ എന്താ പറയുക ബദാം, ഈത്തപ്പഴം, നട്ട്സുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവൾ വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അതൊക്കെ ഇട്ട് കൊടുത്തു. ഞാൻ ഇന്നലെ ഓട്സ് തിന്നണം കണ്ടപ്പോൾ അവൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഓട്സ് തിന്നണം എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ഇട്ട് കൊടുത്തു ഓളൊന്നും. അപ്പോൾ ഓളത് കഴിക്കണുണ്ടപ്പോൾ പിന്നെ എനിക്ക് വേറെ എന്താ പറയുക മുട്ട പൊരിക്കാനോ അല്ലെങ്കിൽ ഒന്നും കഴിക്കാൻ തോന്നിയില്ല. എനിക്ക് തോന്നിയെന്നാൽ പിന്നെ ഇങ്ങനെ ചായ എന്തെങ്കിലും കുടിക്കാതെ. അപ്പോൾ ഞാൻ നല്ലൊരു ചായ ഉണ്ടാക്കി പിന്നെ എന്താ പറയുക ഈത്തപ്പഴവും ബദാമും വാൾനട്ടൊക്കെ എടുത്തിട്ടു. അപ്പോൾ ഇതാണ് ഞാൻ ഉച്ചയ്ക്ക് കഴിച്ചത്. അപ്പോഴേക്കും ഞങ്ങൾ കഴിച്ചുകൊണ്ട് ഇന്ന് ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതാ എൻ്റെ ഹസ്ബൻഡ് വന്ന് വണ്ടിയൊക്കെ നല്ല അടിപൊളി കുട്ടപ്പനാക്കിയിട്ടുണ്ട്. അകവും പുറവും ഒക്കെ കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് കേട്ടോ. വണ്ടിനെ കാണാൻ എന്നെ മൊഞ്ച് കൂടിയിരിക്കണ്. അപ്പോൾ ഞാൻ ഇന്നെ മൂപ്പര് വന്നപ്പോൾ വേഗം മൂപ്പർക്ക് 2 മുട്ട പൊരിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക മൂപ്പരവിടെ ഫുഡ് കഴിക്കാൻ ഇരുന്നിട്ടുണ്ട്. അപ്പോൾ തിരക്കുട്ടി പൊരിച്ചതുകൊണ്ട് മുട്ടയൊക്കെ ഇതാ നല്ല നല്ല പീസായിട്ടാണ് പൊരിച്ചു കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങളൊന്ന് ഇതെന്താ ആകൃതിയാണെന്ന് ഒന്നും ബുദ്ധിമുട്ടാവണ്ട അല്ല ഫുഡ് കഴിക്കാൻ ഇരുന്ന് കുറച്ച് പകുതി ചോറ് കഴിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് തിരക്കായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മറിച്ചിട്ടപ്പോൾ അങ്ങനെ കഷ്ണം ആയതാണ് കേട്ടോ. എന്തായാലും നമ്മൾ കഴിക്കൽ എങ്ങനെയാണ് മുറിച്ചല്ലേ കഴിക്കുള്ളൂ, അല്ലാതെ ഇപ്പോൾ ഒന്നായിട്ട് കഴിക്കില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് മുറിച്ച് കൊടുക്കാം. എന്താ നിങ്ങളുടെ അഭിപ്രായം? അപ്പോൾ ഏതായാലും ഞാനിതാ ഇങ്ങനെ മുറിച്ചാക്കിയിട്ട് മറിച്ചിട്ടൊക്കെ വേവിച്ച് മൂപ്പർക്ക് വേഗം കൊണ്ടേ കൊടുക്കേണ്ടത്. ആ പാത്രത്തിൽ ഇട്ടിട്ട് ഒരു കഷ്ണം ഇതുമ്മൂന് വേണമെന്ന് പറഞ്ഞപ്പോൾ ഓക്കുള്ളത് ഒരു കഷ്ണം ചെറിയൊരു കഷ്ണം വെച്ച് ബാക്കി 2 പീസ് ഞാൻ മൂപ്പർക്ക് എടുത്തിട്ട് ഇതാ കൊണ്ടേ കൊടുക്കുകയാണ് കേട്ടോ. പിന്നെ മോരും വെള്ളം കൊണ്ടേ കൊടുത്തു. മോരും വെള്ളം കൊണ്ടെടുത്തപ്പോൾ എൻ്റെ ഭയങ്കര ഹാപ്പിയിട്ട് മുഖം ഭയങ്കര ഒരു വിടർന്ന് നിൽക്കണി. ഞാൻ കൊണ്ടേ കൊടുത്തപ്പോൾ ഒരു ചിരി കേട്ടോ, ഭയങ്കര സന്തോഷം. അതും കുടിക്കാൻ വേണ്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ചോറും താളിപ്പൊക്കെ ഞാൻ കൂട്ടാനില്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് പറയാം ഇതൊക്കെ ഉണ്ടായിട്ടാണോ ഈ കൂട്ടാനില്ല എന്ന് പറയുന്നത്, ഇതന്നെ അടിപൊളിയല്ലേ, ഇത് ഭയങ്കര ഇഷ്ടമായി എന്നൊക്കെ പറഞ്ഞ് നല്ല അടിപൊളിയായിട്ട് കഴിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ബാക്കി വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോ കാണാം.